സ്റ്റേഷൻ്റെ ഫ്രണ്ടിലെത്തിയ ഇതാണ് എൻട്രൻസ്, പ്ലാറ്റ്ഫോം നമ്പർ 1. അപ്പോൾ ഗൈസ് ഇവിടെ ഇറങ്ങിയ ഇപ്പോൾ ഓട്ടോ വിളിച്ചിട്ട് റൂമിലോട്ട് പോവാണ്. ടയേർഡായി, നല്ല റഷായിരുന്നു. ട്രെയിനിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് ആയതുകൊണ്ട് എല്ലാവരും ഇറങ്ങി. പിന്നെ പകുതികൾ ഇറങ്ങി. പിന്നെ ഇവിടെ ഓട്ടോക്കാർ വൻ കത്തിയാണ്. അവസാനം ഓല തന്നെ വിളിക്കാമെന്ന് വിചാരിച്ചു. 1 കിലോമീറ്ററിൻ്റെ താഴെ പോകാൻ 200 രൂപേൻ്റെ അടുത്തൊക്കെ മേടിക്കുന്നത്. സോ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കുക, സ്കൈ വാക്ക് ചെയ്തിട്ട് ആ ഭാഗത്തേക്ക്, പാർസലിൻ്റെ ഭാഗത്ത് ഇറങ്ങാതെ മെയിൻ എൻട്രൻസ് വഴി തന്നെ ഇറങ്ങി വരിക. അതാവുമ്പോൾ ഈ ഓട്ടോക്കാരുടെ അടുത്ത് രക്ഷപ്പെടാം. അല്ലെങ്കിൽ അങ്ങോട്ട് പൊതിയും. നമ്മുടെ ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞാൽ എത്ര ഇരട്ടിയൊക്കെ വെച്ചിട്ടാണ് പറയുക. എന്ന് വെച്ചാൽ 1 കിലോമീറ്റർ താഴെ പോകാൻ വേണ്ടി 200 രൂപയൊക്കെ. നമുക്ക് കാറ് വിളിച്ച് പോകാനുള്ള ദൂരത്തിനൊക്കെ 2 ഓട്ടോയൊക്കെ പറയുന്നുണ്ടായിരുന്നു. വൻ കത്തിയാണ് ഗൈസ്. പിന്നെ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ക്യാഷിൻ്റെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അവിടെ പുറത്ത് തന്നെ 2-3 ATM ഉണ്ട്. അതുപോലെ SBIൻ്റെ കാസായിട്ടാണ്. ഇവിടെ പിന്നെ അതാ യൂണിയൻ ബാങ്കും പഞ്ചാബ് നാഷണൽ ബാങ്കും ഉണ്ട്. ഓൾസോ ഒരു ക്ലിനിക്കും ഉണ്ട് കേട്ടോ. അവരുടെ ഫാർമസിയാണ് ക്ലിനിക്ക് താവടി. വേറെ കുറേ സമയം എന്തായാലും 11 മണിയാവാറായി. ഇപ്പോഴും ഓട്ടോന് വേണ്ടി വെയിറ്റ് ചെയ്യുക ഗായ്സ്. ഇപ്പോൾ 27 മണിക്കൂറത്തെ ട്രെയിൻ യാത്ര കഴിഞ്ഞിട്ട് ഇതാ റൂമിൽ കയറി. ഇനിയൊന്ന് ഫ്രഷ് ചെയ്ത് കഴിക്കണം. ഉച്ചയ്ക്ക് കഴിച്ചതാണ്. വിശക്കുന്നുണ്ട്. ഭയങ്കര ടയറിങ് ആയിരുന്നു. ഒന്നും കുഴപ്പമില്ല, ഒന്ന് ഉറങ്ങി നിൽക്കുമ്പോൾ സെറ്റാവും. അത് നാളെ ഊന കാണിച്ചു തരാം. കുളിച്ച് ഫ്രഷായപ്പോഴേക്കും ഫുഡ് വന്നു. കാണിച്ചു തരാം എന്തൊക്കെയാണ്. എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഓർഡർ ചെയ്തേ. ചപ്പാത്തി ഉണ്ട്, പിന്നെ സാലഡ്, അച്ചാർ, പിന്നെ കുറച്ച് കേട് മേടിച്ചു, ചിക്കൻ കറി, പിന്നെ റൈസ്. അത്രയേ ഉള്ളൂ. അപ്പോൾ അമ്മ അപ്പുറം പോയതാണ്, അച്ഛൻ്റെ അമ്മയും റൂം അപ്പുറത്താണ്. സോ ഞാൻ ഫുഡും കൊണ്ട് അങ്ങോട്ട് പോട്ടെ, അവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെന്താ, ഇതൊക്കെ തന്നെ ഉള്ളൂ. ഇതൊക്കെ കഴിച്ച് അങ്ങനെ കിടന്നു പറഞ്ഞാൽ ഇനി രാവിലെ കാണാം. അപ്പോൾ രാവിലെ ആയപ്പോഴേക്കും അമ്മ റെഡിയാവുന്നു. ഞാൻ കുളിച്ചിട്ടും വെല്ലിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഫോണൊക്കെ അവിടെ കുത്തിയിട്ടുണ്ട്. ക്യാമറ ചാർജ് ചെയ്തു. അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി പോയി കുളിച്ച് റെഡി ആയിട്ട് വരാം. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ റെഡിയാവലും കുളിയൊക്കെ കഴിഞ്ഞു. ഇനി കഴിക്കണം. സോ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ അടുത്ത് പൂനെ തന്നെ ഒന്ന് ജസ്റ്റ് കറങ്ങാം. കാരണം ഇന്നലെ യാത്ര ചെയ്തതിൻ്റെ ക്ഷീണമൊക്കെ അമ്മയും അച്ഛനൊക്കെ ഒന്ന് ഹെഡ് ബാക്ക് ചെയ്യുന്നുള്ളൂ. പിന്നെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട് ഇവിടെ അടുത്തുണ്ട്. അവർ നമ്മുടെ കല്യാണത്തിനൊക്കെ വന്നായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിൽ പോവുക. എന്നിട്ട് അവരെന്തൊന്നും ലീവാന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ഒപ്പം കറങ്ങാനാവും മിക്കവാറും പ്ലാൻ. അതാവുമ്പോൾ അവരങ്ങനെ വിളിച്ചിട്ടുണ്ടാവുക. പിന്നെ ഇന്നലെ പറഞ്ഞാൽ ഓർത്ത് വെച്ചു ഗൈസ്, റെയിൽവേ സ്റ്റേഷനിൽ വരുവാണെങ്കിൽ നേരെ ഓല ബുക്ക് ചെയ്ത് വരിക. ലോക്കൽ ടാക്സി നോക്കിക്കഴിഞ്ഞാൽ ഒടുക്കത്തെ ചാർജാണ്. 4 ഇരട്ടിക്ക് പറയുന്നത് ഓട്ടോക്കാർ. അപ്പം ഞാൻ നിന്ന റൂം വരുമ്പോൾ സ്റ്റുഡിയോ റൂമാണ്, ചെറിയ റൂമാണ്. കച്ചര അവിടെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ വലിയൊരു കണ്ണാടീൻ്റെ 2 പിന്നെ ഇത് വാഷ്റൂം, ഇത് ബാത്റൂം, പിന്നെ ബെഡ് സിമ്പിളാണ്. പിന്നെ ഡെസ്കും ചെയറും കൊള്ളാം. അത്യാവശ്യം നല്ല റൂമാണ്. റെഡി ആവലൊക്കെ കഴിഞ്ഞു. അമ്മൂനെ കണ്ടില്ലല്ലോ, അമ്മ കാണിച്ചു തരാം. എവിടെ അമ്മ? റെഡിയൊക്കെ ഇന്ന് ഗുജറാത്തി സ്റ്റൈലാന്ന് പറഞ്ഞു. അമ്മയുടെ വീട്ടിൽ കിട്ടും. ഇനി കഴിക്കാറിങ്ങട്ടെ. ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയ ഇതാ നല്ല താമസിച്ച ഹോട്ടൽ. ഐനോക്സിൻ്റെ അടുത്താണ് ഈ ഹോട്ടൽ വരുന്നത്. ഇതാ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങി ഇങ്ങനെ കഴിച്ച. രാത്രി വന്നപ്പോൾ ഒന്നും കാണില്ല. ഇവിടെ കൺസ്ട്രക്ഷൻ പണിയൊക്കെ ഉണ്ട്. ഇതൊക്കെ അത്യാവശ്യം കൊള്ളാം. അവിടെ പോയിട്ട് ക്യാബ് വിളിച്ചിട്ട് ഒരു ഹോട്ടലിൽ പോകാം. അച്ഛൻ്റെ ഡീസൽ കോളനി വരണം, അങ്ങോട്ട് പോകാം. ഉച്ചയ്ക്ക് ഇവിടെ അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ പരിചയമുണ്ട്. നമ്മളിപ്പോൾ ഒരു ക്യാബ് വിളിച്ചത് ഗണേഷ് മന്ദിറിൻ്റെ അടുത്തെത്തി. പണ്ട് അച്ഛനും അമ്മയും അമ്മയൊക്കെ താമസിച്ച സ്ഥലം. അമ്മ കുഞ്ഞിതായപ്പോൾ. ഇതാണ് അമ്പലം. ഇവിടെ കയറി തൊഴുതിട്ട് പിന്നെ കഴിക്കാൻ പോകാമെന്നാ പ്ലാൻ. അതെ, ഒരു സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഗണപതിക്ക് കൊടുക്കാനാണ് 20 രൂപ. മാത്രം കിട്ടുന്നൊരു പ്രസാദമായിട്ടത്. മഹാരാഷ്ട്രയിൽ എവിടെ വന്നാലും ഈ സാധനം കിട്ടും. നല്ല ടേസ്റ്റുമാണ്. ഇങ്ങനെ അടുത്ത്
ഇവിടെ ഒരു ഹനുമാൻ്റെ അമ്പലമുണ്ട്. ഇത് ഗണപതി. നല്ല രസമായിട്ട്. പിന്നെ നല്ല സ്മെല്ലാണ് ഇവിടെ. ചന്ദനത്തിൻ്റെ ഒക്കെ ആയിട്ട് കൊള്ളാം. സൂപ്പറാണ്. അച്ഛൻ പണ്ട് കഴിക്കേണ്ടായിരുന്ന ഹോട്ടലാണ്. എന്താണ്? മധുബൻ റെസ്റ്റോറൻറ്റ് ആണോ? അമ്മ കഴിച്ചിട്ടുണ്ടാവും പണ്ടെപ്പോഴെങ്കിലും. ഗുഡ് മോർണിംഗ്. നല്ല വെൽക്കമിങ് ആയിട്ട് എവിടെയും കഴിക്കാൻ അറിയാം. അവിടെ പോയി നല്ല ഗുഡ് ആംബിയൻസ് ആണ് കേട്ടോ. ആണോ? നല്ല വെൽക്കമിങ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു. നല്ല അറ്റ്മോസ്ഫിയർ, നല്ല കൂൾ. പണ്ടത്തെ ഹോട്ടലൊക്കെ കണ്ടൊക്കെ അമ്മയ്ക്ക് വെച്ചാൽ ഭയങ്കര സന്തോഷമായി. അമ്മേൻ്റെ ക്ഷീണമൊക്കെ മറന്നുപോയി. ഗണപതിനെ കണ്ടപ്പോൾ ക്ഷീണം മറന്നുപോയി. ഞാൻ മസാല ദോശ പറഞ്ഞു. അമ്മ വെച്ചിനും ഇഡ്ഡലി വട, അമ്മൂത വെറൈറ്റി സാബുദാന വട. കഴിച്ചോ പറ്റേ. ഗൈസ്, ഞങ്ങളിവിടെ ഭയങ്കര ധൈര്യത്തിൽ മലയാളം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഫുൾ വേറെ ഭാഷക്കാരാണെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നമ്മൾക്ക് സെർവ് ചെയ്തിരുന്ന ആൾ തന്നെ കാസർഗോഡുകാരനായിരുന്നു. ഈ ചേട്ടനായിരുന്നു മലയാളി ഞങ്ങൾ കണ്ടുപിടിച്ചേ. സിംപ്ലി എസ് എസ് ഞങ്ങളിപ്പോൾ തുടങ്ങിയുള്ളൂ. അല്ല അല്ല അല്ല, ഫുഡൊക്കെ നന്നായിരുന്നു കേട്ടോ. ആ, റെയിൽവേയിലെ 25 വർഷത്തിന് ശേഷം ഇങ്ങോട്ട് ഞാൻ ഇവിടെ ഡീസൽ കോളനിയിൽ തടിയാല റോഡില്ല, അവിടെ താമസിച്ചിരുന്ന ഡീസൽ മെയിൻ്റെനൻസ് രണ്ടു കൊല്ലമായിട്ടുള്ളൂ. അമ്മ പണ്ട് ജനിച്ചു പറഞ്ഞ സ്ഥലം കാണാൻ പോയി ഞങ്ങൾ. അടുത്തിട്ട് എത്തണമെന്നില്ല, ഒരു വണ്ടി വലിയ റഷില്ല ഈ ഭാഗത്ത്. രാവിലെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആ ഭാഗത്ത് ഭയങ്കര റഷായിരുന്നു, നല്ല ട്രാഫിക്കും. അത് പിന്നെ ഒന്നാമത് മൺഡേ മോർണിംഗ് ആയതുകൊണ്ട് ആൾക്കാർ ജോലിക്ക് പോകുന്ന തിരക്കൊക്കെ തോന്നുന്നു. ഇപ്പോൾ വലിയ കുഴപ്പമില്ല. ഇത് ഫുള്ള് റെയിൽവേ ക്വാർട്ടേഴ്സിൻ്റെ കോമ്പൗണ്ട് ഉള്ളിൽ. ഇവിടെ പണ്ടത്തെ ഓരോ കാര്യങ്ങൾ അതാണോ ഇതാണോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അയ്യോ കുത്തുവോ? പേരൊക്കെ സ്കൂളിൽ പോവാം. തിങ്കളാഴ്ച രാവിലെ നമ്മൾ ജോലിക്കൊന്നും പോകാതെ ചുമ്മാ കറങ്ങി തിരിഞ്ഞ് നടക്കുക. എന്ത് സുഖമല്ലേ മറ്റുള്ളവർ ജോലിക്കും സ്കൂളിലോ പോകണതാണ്. ഇപ്പോൾ ഞങ്ങൾ നടന്നൊരു മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നടക്കുന്നത്. മാർക്കറ്റ് റോഡ്. പുതിനെ കുറേ ഉണ്ടല്ലോ. എന്തോ സമൂസ ഉണ്ട്, സമൂസ. എത്ര അമ്മേ പുതിനയിലേക്ക് ഉണ്ട് കേട്ടോ. മേത്തി റോഡ്, മേത്തിൻ്റെ ഇലേക്കുണ്ട്. രണ്ടുപേരൊക്കെ ഇവിടെയൊക്കെ വന്ന് മേടിച്ച ഓർമ്മകളായവർക്കിട്ട് അച്ഛനും അമ്മയും നടന്നുകൊണ്ടിരിക്കുക. കടകളൊക്കെ നോക്കി തിരിയാനുള്ളൂ സൈസ്. ചെറിയ ചെറിയ കടകളൊക്കെ. ഓ, ഏതായിരുന്നു? ജയസവനോ? ഞങ്ങൾ അവസാനം കണ്ടെത്തി പണ്ട് അമ്മും അച്ഛനും അമ്മയും താമസിച്ച സ്ഥലം.
ഗൈസ് അമ്മു ഇടയ്ക്ക് ഒറ്റയ്ക്ക് കുറച്ച് തള്ളുന്നൊക്കെ ഉണ്ട്, അത് മൈൻഡ് ആക്കണ്ട. ഗൈസ് ഞാൻ വിചാരിച്ചു ഞാൻ വല്ല കുപ്പത്തൊട്ടിൻ്റെ ഉള്ളിൽ നല്ല താമസിക്കാൻ പറ്റും. ഞങ്ങൾ നടന്നു വന്ന വഴി കുറേ ഒരു കോളനീൻ്റെ ഇടയിൽ കൂടെ, അത് ഭയങ്കര മോശമായിരുന്നു. ആ ചോപ്പടിയായിരുന്നു. ആ ചോപ്പടിയിലായിരുന്നു പറഞ്ഞിട്ട് ഭയങ്കര സങ്കടമായിരുന്നു. ഇപ്പോൾ സമാധാനമായി. അതാണ് ഇവരെല്ലാവരും താമസിച്ചു കേട്ടോ. ഇപ്പം 20 വർഷത്തിന് ശേഷം മച്ചൻ വീണ്ടും പോയിട്ടുണ്ട്. 23 വർഷമായി. ഇതിൻ്റെ പുറത്ത് അവിടെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കയറി കടന്നുറങ്ങിയിട്ട് വാതിൽ കൂട്ടിയിട്ട് കടന്നുറങ്ങി. എന്നിട്ട് വിളിച്ചിട്ടൊന്നും നീക്കുന്നില്ലായിരുന്നു. എന്നിട്ട് ഇത് കൂടെ ആൾക്കാർ കയറിയിട്ട് വാതിൽ തുറന്നിട്ടാണ് ഞാൻ കയറിയത്. അവിടുത്തെ റൂമിൻ്റെ വാതിൽ തുറന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ റോഡിൽ ഇവിടെ കുറച്ച് മാറ്റങ്ങൾ വരുന്നു. പഴയ വീട് കാണാൻ വേണ്ടിയിട്ടുള്ള നടത്താണ്. ഇതായിരുന്നു അത്. ഈ വാതിൽ തുറന്നാൽ ഞാൻ ഈ റൂമിൽ പോയി, ഈ റൂമിൽ പോയി ഇവിടെ ഗായത്രി ജ്യോതി ശേഖരത്തിൽ താമസിച്ചു. ഇപ്പോൾ ഒരു എസ്കേപ്പ് ആണ്ടിയാണ് ഗൈസ് താമസിക്കുന്നത് അവിടെ. ഭയങ്കര ഉണ്ടായിരുന്നു, ഭയങ്കര സന്തോഷം എനിക്ക് ഇവിടെ കണ്ടിട്ട്. പക്ഷെ ഇതൊന്നും എനിക്ക് അത്ര ഓർമ്മയില്ല. എനിക്ക് ആ ബാൽക്കണീൻ്റെ സംഭവം മാത്രമേ നല്ല ഓർമ്മയുള്ളൂ. പിന്നെ ഇവിടെ ഇങ്ങനെ ആൾക്കാർ സാരി കച്ചവടത്തിനൊക്കെ വരും, അതൊക്കെ ഈ ഡോറിലൊക്കെ ഇങ്ങനെ കൊണ്ടുവരാം. അതൊക്കെ ഒരു ചെറിയ ഓർമ്മയുണ്ട്. പിന്നെ മറ്റേ സ്വീറ്റ്സൊക്കെ ഇങ്ങനെ കൊണ്ടുവരാറുണ്ട്. എന്തായിരുന്നു മറ്റേ ഒരു വൈറ്റ് ബിസ്ക്കറ്റിന് എന്തായാലും വരുവാണ് അന്ന് അമ്മ ബട്ടർ ബിസ്ക്കറ്റില്ലേ, അതിനെന്തോ ഒരു പേരല്ലേ, അതൊക്കെ ഇങ്ങനെ വീട്ടിക്കും. അമ്മ ആ സ്വീറ്റിൻ്റെ പേരുണ്ടോ ബിസ്ക്കറ്റ്? ഇടയ്ക്കിടയ്ക്ക് അതിനെ ഡോറിൻ്റെ അടുത്ത് കൊണ്ടുവരും. ഒരു വൈറ്റ് അങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യം. പൂന മെട്രോ സ്റ്റേഷൻ ഇതാ അവിടെ ഉണ്ടോ. റെയിൽവേ സ്റ്റേഷനിലൊക്കെ വരുമ്പോൾ മെട്രോ ആക്സസിബിൾ ആണ്. പൂന റെയിൽവേ സ്റ്റേഷൻ ഇവിടെ അടുത്ത് തന്നെയാണ് മെട്രോ ഉള്ളത്. അതിൻ്റെ കുറച്ചപ്പുറത്ത് അവിടെ തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. നമ്മൾ ഈ ROB കയറിയിട്ട് അപ്പുറത്താണ് നമ്മുടെ സ്റ്റേ. അപ്പോൾ സ്റ്റേക്ക് നടന്നിട്ട് അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ട് കുൽക്കർണി ആൻഡില്ലേ അതേ മെട്രോ പോകണുണ്ടോ. നല്ല വെയിലാണ്. നല്ല വെയിൽ പറഞ്ഞാൽ നല്ല വെയിൽ, നല്ല ചൂടുമുണ്ട്. പൂനയൊക്കെ നല്ല തിരക്കാണ്. വിചാരിച്ച പോലെ നല്ല കേട്ടോ പൂന. ഞാൻ കുറച്ചും കൂടി തിരക്ക് കുറവ് അങ്ങനെയൊക്കെ വിചാരിച്ചത്. പക്ഷേ ഇത് നല്ല അടിപൊളി വെയിൽ. പക്ഷേ വെയിലും തിരക്കും. ഓരോ ട്രാഫിക്കും അത്യാവശ്യം നല്ല. ഈ വഴി കൊള്ളാമല്ലേ ഗൈസ്. നല്ല നല്ല തണലുണ്ട്, നടക്കാൻ നല്ല സുഖമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തണുപ്പ്. പക്ഷെ ഒരു കാര്യം കേട്ടോ, തണുപ്പത്തേക്ക് കയറിയാൽ നല്ല തണുപ്പുണ്ട്, വെയിലത്ത് വന്നാൽ നല്ല ചൂട്. അതാ തിരിച്ച് ഹോട്ടലെത്താറായി. ഒരു 10 മിനിറ്റ് വാക്കായി. രാവിലെ കഴിച്ചൊക്കെ തയ്ച്ചു. ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസൊക്കെ അയവിറക്കി ഞങ്ങൾ തിരിച്ചിപ്പോൾ റൂമിൽ തന്നെ എത്തി. ഇനി ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഒരു ആൻറ്റീൻ്റെ വീട്ടിൽ പോകാം. ഹലോ ഗൈസ്, അപ്പോൾ ഒരു രാത്രിത്തെ പൂനെ സ്റ്റേ. അത് ഒരു റെയിൽവേ സ്റ്റേഷനിൽ 800 മീറ്റർ അപ്പുറത്ത് ഒരു ഇതാ ഹോട്ടൽ STQ പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു നമ്മൾ നിന്നത്. അഫോർഡബിളാണ്. പെർ നൈറ്റ് ഒരു 2000 റുപ്പീസ്. പിന്നെ റൂമൊക്കെ കുഴപ്പമില്ല, നല്ല റൂം, വൃത്തിയൊക്കെയുള്ള റൂമാണ്. സോ ഗൈസ്, ഈ വീഡിയോ ഞാൻ ഉച്ചയ്ക്ക് എൻഡ് ചെയ്യുവാണ്. ഇനിയിപ്പോൾ രാത്രി കഴിക്കാൻ വന്ന അപ്പോഴാണ് ആ വീഡിയോ എൻഡ് ചെയ്തിട്ടില്ല അറിഞ്ഞത്. അപ്പോൾ രാത്രി കുറച്ച് നല്ല നൈറ്റ് വിഷ്വൽസൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഞങ്ങൾ ഇന്ന് രാത്രി കുറച്ച് നല്ല സ്ഥലം മന്ദിറിലൊക്കെ വിസിറ്റ് ചെയ്തു. അപ്പോൾ ആ വീഡിയോസ് ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ബൈ. ഇന്ത്യൻ റെയിൽവേൻ്റെ ഭാഗ്യം കണ്ടോ,
മൊത്തം അടുക്കി പെറുക്കി എടുത്ത് വെച്ചോളൂ. ഇനി അടുത്തത് നെക്സ്റ്റ് റൗണ്ട് സർക്കാരിൻ്റെ വണ്ടി ഇപ്പോൾ താനെ കഴുകും. ടെമ്പിൾ അത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ വലിയ കൂറിട്ട് നടക്കുന്ന ആൾക്ക്